ചൈന ഒരു വലിയ നീക്കത്തിന് ഒരുങ്ങുന്നു. 2-3 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു നീക്കം പൂർത്തിയാകും. ഇത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ ലോട്ടറിയായി മാറുകയാണ്. ചൈനയിലെ സോളാർ ഉൽപാദന ശേഷി അവരുടെ കൽക്കരി ഉൽപാദനത്തെ മറികടക്കാൻ പോവുകയാണ്. അതായത് 1 ഗിഗാവാട്ട് കൂടെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത് തന്നെ ചൈന ഇലക്ട്രിസിറ്റി കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈന ഫോസിൽ ഇന്ധനങ്ങളോട് പൂർണ്ണമായി തന്നെ വിട പറയുകയാണ്. ഇത് പറയുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില, കാരണം ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം, പിന്നീടുള്ളത് ഇന്ത്യയാണ്. അങ്ങനെ ആ വലിയ രാജ്യം തന്നെ ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി വലിയ വിലയിടിവായിരിക്കും ക്രൂഡ് ഓയിലിന് ഉണ്ടാകുന്നത്. അത് ഇന്ത്യയെ കണക്കുള്ള രാജ്യങ്ങൾക്ക് നേട്ടമാകുമ്പോൾ ഈ ക്രൂഡ് ഓയിലും മറ്റും വിറ്റ് ജീവിക്കുന്ന രാജ്യങ്ങൾക്ക് അതൊരു വലിയ നഷ്ടക്കച്ചവടവുമായി മാറും. ചൈനയുടെ സോളാർ ഉൽപാദന ശേഷി 1274 ഗിഗാവാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൽക്കരി ഊർജ്ജ ഉൽപാദന ശേഷി 1275, അതായത് 1 ഗിഗാവാട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഈ പാദത്തിൽ തന്നെ മറികടക്കുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തന്നെ ചൈനയിൽ 55%-ലധികം വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പുനരുൽപാദന ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഈ സോളാറിന് കഴിഞ്ഞിട്ടുണ്ട്. കൽക്കരിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ 50%-ൽ താഴെയായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ സോളാർ എനർജി കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൽക്കരിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ്. ഒപ്പം തന്നെ ഈ സോളാറിന്റെ ഉൽപ്പാദനം കൂടുന്നതോട് കൂടി തന്നെ വാഹനങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ തന്നെ ക്രൂഡ് ഓയിലും പിന്തള്ളപ്പെടുകയാണ് എന്നാണ്. അതായത് ഏറെ വൈകാതെ തന്നെ ലോകം ഒരു ആൾട്ടർനേറ്റീവ് ഇന്ധനത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ലോകത്ത് പല ഭാഗത്തും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മുൻപേ അമേരിക്ക ആ വഴി സഞ്ചരിച്ച ഒരു രാജ്യമാണ്. ഇപ്പോഴിതാ ചൈനയും പോകുന്നു. ഇന്ത്യയും അത്തരത്തിലേക്ക് പോവുകയും നമ്മുടെ വാഹന വിപണിയുടെ ഏതാണ്ട് പകുതിയെങ്കിലും ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ വലിയ രീതിയിൽ ആശ്രയിക്കേണ്ടതായി വരില്ല. അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ വില വർധനവിനെ ഭയക്കുകയും വേണ്ട. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.